ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം അല്പസമയത്തിനകം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് കാതോർത്തിരിക്കുകയാണ് രാജ്യം. 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളും ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്ത പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കില്ല. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്ന മണിക്കൂറുകളിൽ സമഗ്ര തെരഞ്ഞെടുപ്പ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് 24. ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, 3 മണിക്ക് തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനം വരുന്നു. അവസാനത്തെ സസ്പെൻസ് നിറഞ്ഞ അന്തരീക്ഷമാണ്. എങ്ങനെയൊക്കെ ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനം? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? വേണു സൂചിപ്പിച്ചതുപോലെ ഞാൻ നിൽക്കുന്ന ഈ വേദി രാജ്യമാകെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ വിഗ്യാൻ ഭവനാണ്. ഈ വിഗ്യാൻ ഭവനിലെ ഹാളിലാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്താനായിട്ട് പോകുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കും, തീയതികൾ പ്രഖ്യാപിക്കും. ഇതിനകം തന്നെ 3 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ 3 മണിക്ക് തന്നെ ഈ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മാറും. ആദ്യം അവർ വിവരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങളെ കുറിച്ചിട്ടായിരിക്കും. രണ്ടാമത് വോട്ടർമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കും. അതിനുശേഷമായിരിക്കും തീയതി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള പ്രഖ്യാപനത്തിലേക്ക് വരിക. വേണു ചോദിച്ചതുപോലെ ഇതുവരെയുള്ള ഒരു ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടന്ന ചർച്ചകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് 7 ഘട്ടം എന്ന വിധത്തിലേക്കാണ് ചർച്ചകൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ നടന്ന ചർച്ചകളുടെ ഭാഗമായി ഏതെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ മാത്രമായിരിക്കും ഇതിലൊരു വ്യത്യാസം ഉണ്ടാവുക. നിലവിലുള്ള സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് എല്ലായിടങ്ങളിലെയും വോട്ടിംഗ് പൂർത്തിയാക്കി ലോക്സഭ, ഈ നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ജൂണിൽ സർക്കാരിന് അധികാരമേൽക്കാൻ പാകത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് ഈ ഏപ്രിലിൽ തുടങ്ങി മെയ് മാസത്തോടുകൂടി വോട്ടിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ ജൂണിൽ സർക്കാരിന് അധികാരമേൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയാണെങ്കിൽ 2019 മാർച്ച് 10 ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുണ്ടായ ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നീക്കങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി അടക്കമുള്ള വിഷയങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഒരാഴ്ചയോളം കാര്യങ്ങൾ വൈകിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഗ്രൗണ്ടിൽ പ്രചരണ രംഗത്ത് എന്ന വിധത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. BJP ഒക്കെ അവരുടെ പകുതിയോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നു എന്നുള്ളതാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇപ്പോഴുള്ള സർക്കാരിന്റെ അവസാനത്തെ പ്രവൃത്തി മണിക്കൂറാണ് ഇനി കടന്നു പോകുന്നത് എന്ന് നമുക്ക് സാങ്കേതികമായിട്ട് പറയാം. അതിനുശേഷം മറ്റ് ധനപരമായോ നയപരമായിട്ടോ ഉള്ള കാര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം ഒരു പരിധി ഉണ്ടാകും. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. ഏതെങ്കിലും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. ഏതായാലും നമുക്ക് ഈ വേദിയിലെ ഇപ്പോഴത്തെ ഒരു ക്രമീകരണങ്ങളും കൂടി ഒന്ന് നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ച് നൽകാം. ഇത് ഈ വേദിയിലാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കാനായിട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറെടുപ്പുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കൊക്കെ വന്ന് വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഒപ്പം തന്നെ അതിന്റെ പിന്നണിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചരണ പരിപാടികളുടെ പുതിയ വീഡിയോകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് പരിശോധനകളൊക്കെ നടത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്ന് ഒക്കെ നമ്മൾ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് അത് കൂടുതൽ ജനങ്ങളെ കൂടുതൽ അതിന്റെ വോട്ടിംഗ് പെർസെന്റേജ് ഉയർത്തുക, ഇതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികൾ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടക്കുന്നതിന് സമാനമായിട്ട് തന്നെ വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളും അനുബന്ധമായിട്ട് നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആയിരിക്കും ഈ വാർത്താ സമ്മേളനം
സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഈ തീയതികൾ ഒക്കെ പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വാർത്താ സമ്മേളന നടപടികളിലേക്ക് ആരംഭിക്കും. ഏതാണ്ട് 3:15 3:30 തീയതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും ലഭിക്കും. അതോടുകൂടി രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൂടുതൽ സജീവമാകുന്ന വിധത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വലിയ പ്രത്യേകതകളുള്ളതാണ്. 2029 ഒറ്റ തെരഞ്ഞെടുപ്പ് മതി രാജ്യത്ത്, അഥവാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പോലും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്ന്. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം തുടങ്ങും. സമ്മേളന വേദിയിൽ നിന്നാണ് അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ രാധാകൃഷ്ണൻ നൽകിയത്.